പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലത്തിന്റെ ആത്മീയ ചൈതന്യത്തിൽ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം നീങ്ങാം. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 22-ാം അധ്യായം 24 മുതൽ 30 വരെ വാക്യങ്ങൾ നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നു. തങ്ങൾ വലിയവൻ ആരാണെന്ന് ശിഷ്യന്മാർ തമ്മിൽ തർക്കിച്ച ഭാഗം ഇന്നലെ മത്തായി സുവിശേഷത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ടു. ഇന്ന് ലൂക്കാസ് സുവിശേഷത്തിൽ സമാനമായ ഭാഗം തന്നെയാണ് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. 3 കാര്യങ്ങൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. സ്വയം വലിയവരാണെന്ന് കരുതുന്നവരുണ്ട്, മറ്റുള്ളവരെ വലിയവരാക്കുന്നവരുണ്ട്, ദൈവം വലിയവരാക്കുന്നവരുമുണ്ട്. സ്വയം വലിയവരാക്കാൻ ശ്രമിക്കുന്നവർ അത് മനുഷ്യരുടെ മുമ്പിൽ മാത്രം നടത്തുന്ന ശ്രമമാണ്. തുടർന്ന് വരുന്ന 2 കാര്യങ്ങളും മറ്റുള്ളവരെ വലുതാക്കുന്നതും ദൈവം വലുതാക്കുന്നതും ദൈവത്തിന്റെ കണ്ണിൽ വലുതായ കാര്യങ്ങളാണ്. ചിലർ സ്വയം ചെറുതായി മറ്റുള്ളവരെ വലുതാക്കാൻ തയ്യാറാകുന്നു. ഒരു വര, അതിന്റെ ദീർഘം കൂട്ടാതെ എങ്ങനെ കൂടുതൽ വലുതാക്കാം എന്നൊരു കഥ ചോദിക്കാറുണ്ട്. ഉത്തരം ഇതാണ്: ഇപ്പോൾ വരച്ചിരിക്കുന്ന വരയുടെ അടിയിൽ അതിനേക്കാൾ ചെറിയ ഒരു വര വരയ്ക്കുക. ഈ ചെറിയ വര വരുന്നതോടുകൂടി ആദ്യം വരച്ചിരുന്ന വര സ്വയം വലുതായതായി നമുക്ക് തോന്നുന്നു. ഈ ആദ്യത്തെ വരയുടെ അടിയിൽ ഒരു ചെറിയ വര വരാൻ സന്നദ്ധമായതോടുകൂടിയാണ് ആദ്യത്തെ വര വലുതാകുന്നത്. നമ്മൾ മറ്റുള്ളവരെ വലുതാക്കാൻ വിളിക്കപ്പെട്ടവരാണ്. സ്വയം വലുതാവാനാണ് ലോകം നമ്മളോട് പറയുന്നതും നമ്മുടെ മനസ്സിലുള്ള മാനുഷികമായ ആഗ്രഹവും. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എന്ന് സ്നാപക യോഹന്നാൻ ഈശോയെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ യോഹന്നാനെ ഈശോ ഏറ്റവും വലിയവനാക്കി ഉയർത്തി. സ്വയം ചെറുതാകാൻ തയ്യാറാകുന്നവനെ ദൈവം ഉയർത്തി എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മറ്റുള്ളവരെ സഹായിച്ചും പ്രോത്സാഹിപ്പിച്ചും ബഹുമാനിച്ചും വളർത്തിയും അവർ വളരുന്നത് വഴി നമ്മളും വളരുകയാണ്, ദൈവത്തിന്റെ കണ്ണിൽ വലുതാവുകയാണ് എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് വരാം. ഈ നോമ്പുകാലം എളിമപ്പെടാനും സ്വയം ചെറുതാകാനും മറ്റുള്ളവരെ വളർത്താനും അവരിലെ നന്മകൾ കാണാനും അത് പറയാനുമുള്ള അവസരമായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾക്ക് സ്വയം വലുതായി മറ്റുള്ളവരുടെ മുമ്പിൽ കാണപ്പെടാനുള്ള മാനുഷികമായ തൃഷ്ണകളെ അതിജീവിക്കാൻ, മറികടക്കാൻ ഈ നോമ്പുകാലത്ത് ഇന്ന് നീ ഞങ്ങളെ ഉത്ബോധിപ്പിക്കുന്നല്ലോ. മറ്റുള്ളവരെ വളർത്തിക്കൊണ്ട് സ്വയം വലുതാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നാപക യോഹന്നാനെ പോലെ മറ്റുള്ളവർ വളരുകയും ഞാൻ കുറയുകയും വേണം എന്ന ആ ഒരു ദൈവികമായ തലത്തിൽ ചിന്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. അതുവഴി കർത്താവെ, നീ ഞങ്ങളെ ഉയർത്തുമല്ലോ, വളർത്തുമല്ലോ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടുകൂടെ നമ്മുടെ ഈ ദിവസത്തിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.